ഹിന്ദി മേരാ ദോസ്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റായ പ്യാർ എന്ന പാഠത്തിലെ ഖുദ് സെ പ്യാർ എന്ന കവിതയാണ്. ശോഭനാഥ് യാദവാണ് ഈ കവിത രചിച്ചത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ശോഭനാഥ് യാദവിനെ കാണാം. അദ്ദേഹം ആരായിരുന്നു എന്ന് നോക്കിയാലോ? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? നോക്കിക്കേ, ശോഭനാഥ് യാദവ് का जन्म उत्तर प्रदेश में हुआ. ശോഭനാഥ് യാദവ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. 14 ജൂൺ 1937 में उनका जन्म हुआ. അദ്ദേഹം ജനിച്ചത് 14 ജൂൺ 1937 വേ ലേഖക് ഓർ സമ്പാദക് ഹെ. അദ്ദേഹം ഒരു എഴുത്തുകാരനും ഒരു സമ്പാദകനും ആയിരുന്നു. ദർഖത്തോं में सूरज, ഭസ്മാസുർ की भूमिका, നരക് ഗാഥ ആദി ഉൻകി രചനായേ. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ദർഖത്തോं में सूरज, ഭസ്മാസുർ की भूमिका, നരക് ഗാഥ ഇവയെല്ലാം. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. ഇനി നമുക്ക് ഈ കവിതയിലെ ഓരോ വരികളുടെ അർത്ഥം പഠിക്കാം. സൂരജ് അപ്നി ആഗ് സെ ഇത്തനാ പ്യാർ കരെ വഹ് ദേ സകെ ആഗ് ദുനിയാ കോ ഭി. സൂര്യൻ തൻ്റെ ചൂടിനെ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് ലോകത്തിനു വേണ്ടി സൂര്യന് തൻ്റെ ചൂട് കൊടുക്കാൻ സാധിക്കുന്നു. ഈ വരികളിൽ സൂരജ് എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ആഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തീ എന്നാണ്. പക്ഷേ ഇവിടെ ശോഭനാഥ് ആഗ് എന്ന വാക്ക് ഉപയോഗിച്ച് അർത്ഥമാക്കുന്നത് സൂര്യൻ്റെ വെളിച്ചം, സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ്റെ ചൂട് എന്നൊക്കെയാണ്. ഇത്തന എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയും എന്നാണ്. പ്യാർ എന്ന വാക്കിൻ്റെ അർത്ഥമോ സ്നേഹമെന്നാണ്. ദുനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകമെന്നാണ്. ഇനി നമുക്ക് അടുത്ത വരികളുടെ അർത്ഥം മനസ്സിലാക്കാം. ദർഖത്ത് അപ്നെ ഫൂലോं से इतना प्यार करे कि वह दे सके फूल दुनिया को भी. മരം തൻ്റെ പൂക്കളെ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് മരത്തിന് ലോകത്തിന് തൻ്റെ പൂക്കളെ കൊടുക്കുവാൻ കഴിയുന്നു. മരം തൻ്റെ പൂക്കളെ ഇത്രയും അധികം സ്നേഹിക്കുന്നതുകൊണ്ട് മരത്തിന് ലോകത്തിന് തൻ്റെ പൂക്കളെ കൊടുക്കുവാൻ കഴിയുന്നു. എന്താണ് ദർഖത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? മരമെന്നാണ്. ഫൂൽ എന്ന വാക്കിൻ്റെ അർത്ഥമോ പൂവെന്നാണ്. അടുത്ത വരിയിലേക്ക് നമുക്ക് കടക്കാം. ബാദൽ അപ്നെ ജൽ സെ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. മേഘം തൻ്റെ ജലത്തെ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് മേഘത്തിന് ജലത്തെ ലോകത്തിനു വേണ്ടി നൽകുവാൻ സാധിക്കുന്നു. എന്താണ് ബാദൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ബാദൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മേഘം. ജൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജലമെന്നാണ്. അടുത്ത വരികളിലേക്ക് പോകാം. മേ ഖുദ് സെ ഇത്തനാ പ്യാർ കരൂം കി ദേ സകൂം പ്യാർ ദുനിയാ കോ ഭി. ഞാൻ സ്വയമായി എന്നെ ഇത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് ലോകത്തിന് സ്നേഹം നൽകുവാൻ സാധിക്കുന്നു. ഇവിടെ മേ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ. ഖുദ് എന്ന വാക്കിൻ്റെ അർത്ഥമോ സ്വയം എന്നാണ്. ഇപ്പോൾ ഇവിടെ ഈ കവിത അവസാനിച്ചിരിക്കുന്നു. ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മെ സ്വയം സ്നേഹിച്ചാൽ നമുക്ക് ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള എല്ലാ സഹജീവികളെയും സ്നേഹിക്കുവാൻ കഴിയും. ഇനിയും നമുക്ക് ഈ കവിതയിലെ ചില വാക്കുകൾ പഠിക്കാം. ചില സമാനമായ വാക്കുകൾ ദേ നോക്കിക്കേ സ്ക്രീനിലേക്ക്. സ്ക്രീനിൽ കുറച്ച് ഹിന്ദി വാക്കുകളുടെ സമാനമായ അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു. സൂരജ്, സൂര്യ. സൂരജ് എന്ന വാക്കിൻ്റെ സമാനമായ മറ്റൊരു വാക്കാണ് സൂര്യ. ദുനിയ, സൻസാർ. ദുനിയ എന്ന വാക്കിൻ്റെ സമാനമായ മറ്റൊരു വാക്കാണ് സൻസാർ. അടുത്ത വാക്കാണ് ദർഖത്ത്, പേട്, വൃഷ്. അപ്പോൾ
ദർഖത്ത് എന്ന വാക്കിൻ്റെ സമാനമായ മറ്റൊരു ഹിന്ദി വാക്കുകളാണ് പേട്, വൃക്ഷ. ഇനിയോ ബാദൽ എന്ന വാക്കിൻ്റെ സമാനമായ വാക്ക് ഏതാണ്? മേഘ. മലയാളത്തിൽ മേഘമെന്ന് നമ്മൾ പറയും. അവസാന വാക്ക് ഏതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്? ജൽ എന്ന വാക്കല്ലേ മക്കളെ? ജൽ എന്ന വാക്കിൻ്റെ സമാനമായ വാക്ക് ഏതാണ്? പാനി എന്നാണ്. മലയാളത്തിൽ നമ്മൾ ജലമെന്ന് പറയുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ കവിതയിലെ ചോദ്യോത്തരങ്ങളുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. വീഡിയോ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.